നമസ്കാരം. ഗതാഗത മന്ത്രി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഗണേഷ് കുമാർ വന്നതോടെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് നിരവധി മാറ്റങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു പിന്നാലെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധ സമരം നടന്നു. അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ലൈസൻസ് എടുക്കാൻ വരുന്നവരാണ് വെട്ടിലായിരിക്കുന്നത്. ലൈസൻസ് എടുക്കാൻ വേണ്ടിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിനടക്കമുള്ള സ്ലോട്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധിയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പരിശീലനത്തിന് വേണ്ടുന്ന തുക വലിയ രീതിയിൽ ഈ സ്കൂളുകൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ലൈസൻസ് എടുക്കാൻ വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇത്ര വലിയൊരു പ്രശ്നങ്ങൾ ഇപ്പോൾ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് ലൈസൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത നടപടിയുമായി രംഗത്തേക്ക് എത്തുകയാണ് ഗണേഷ് കുമാർ, അതായത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. അതായത് സംസ്ഥാനത്ത് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂൾ ഈടാക്കുന്നതിലും 40% വരെ ഫീസ് കുറവിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന KSRTCയുടെ സ്കൂൾ ജൂണിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി. ആദ്യഘട്ടത്തിൽ 6 സെന്ററുകളിലാണ് ക്ലാസുകൾ ഉണ്ടാകുന്നത്. ഇതിൽ തിരുവനന്തപുരത്തെ സെന്റർ ജൂണിൽ തന്നെ ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. പ്രാക്ടിക്കലിനൊപ്പം തിയറി ക്ലാസുകളും ചേർന്നുകൊണ്ടായിരിക്കും KSRTCയുടെ ഈ പാക്കേജ് വരുന്നത്. തിരുവനന്തപുരത്ത് KSRTCയുടെ ആനയറ സ്റ്റേഷന് സമീപത്താണ് ഡ്രൈവിംഗ് പഠനത്തിനായി ട്രാക്ക് ഒരുക്കുന്നത്. അട്ടക്കുളങ്ങരയിലെ KSRTC സ്റ്റാഫ് ട്രെയിനിംഗ് കോളേജിലായിരിക്കും തിയറി ക്ലാസുകൾ നടത്തുക. ഹെവി വെഹിക്കിൾ ശ്രേണിയിലുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള പരിശീലനത്തിനും ഒപ്പം കാർ ഡ്രൈവിംഗ് പഠനത്തിനും 9,000 രൂപയാണ് ഫീസ് ഈടാക്കുക. ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമായിട്ട് 3,500 രൂപയും കാറും ഇരുചക്ര വാഹനങ്ങളും ചേർത്ത് 11,000 രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത്. ഗിയറുള്ള വാഹനങ്ങൾക്കും ഇല്ലാത്തവയ്ക്കും ഒരേ നിരക്ക് തന്നെയാകും ഈടാക്കുക. KSRTC ഡ്രൈവർമാരായിരിക്കും ഇത്തരത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായി എത്തുന്നത് എന്നതാണ് റിപ്പോർട്ട്. ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂൾ 15,000 രൂപയും കാർ ഡ്രൈവിംഗിന് 12,000 രൂപയും മുതൽ 14,000 രൂപ വരെയാണ് നിലവിൽ ഫീസ് ഈടാക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്ക് 6,000 രൂപയാണ് ഫീസ് ഇനത്തിൽ ഈടാക്കുന്നത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം, ടെസ്റ്റ് രീതിയിൽ മാറ്റം എന്നിവ നടപ്പിലാക്കാനുള്ള സർക്കാർ നീക്കത്തിലെ വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം കൂടെ ആരംഭിക്കുന്നത് എന്നത് ശ്രദ്ധേയമാകുകയാണ്.